എന്റെ വാപ്പാന്റെ വികൃതമായ ഈ മുഖം കാണാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അതിനുവേണ്ടി എന്റെ വാപ്പ എന്താണ് ചെയ്തത് യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ, നിന്റെ വാപ്പയുടെ ഈ മുഖം ഇങ്ങനെ വികൃതമാകാൻ കാരണമെന്ത്? ഈ മനുഷ്യന്റെ ഈ മുഖം എന്താ ഇങ്ങനെ വികൃതമാകാൻ കാരണമെന്ത് എന്ന് അറിയണമോ മോനെ? യാ റസൂലല്ലാഹ്, അറിഞ്ഞാൽ എനിക്ക് കൊള്ളാം നബിയേ എന്ന് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾക്കൊക്കെ കടം കൊടുക്കുന്നവരായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, ആളുകൾക്കൊക്കെ കടം കൊടുക്കുന്നവരായിരിക്കും. പക്ഷേ തിരിച്ചു വാങ്ങുമ്പോൾ 1000 രൂപ കൊടുത്തിട്ട് 1010 രൂപ വാങ്ങിട്ട് വാങ്ങും കേട്ടോ. 10 രൂപ നീ തന്നേ പറ്റത്തുള്ളൂ, നിനക്ക് തന്നേന്റെ ഒരു വാടക. മറ്റു മനുഷ്യനെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനെ വെറും മണ്ടനാക്കിക്കുന്ന ഒരു സംസാരം ഉണ്ടാവും. ചില ആളുകൾ പറയും, നമ്മളെ കുടുംബക്കാരനെ വിളിച്ച് ചോദിക്കും, അത്യാവശ്യമാണ് ഒരു 10,000 രൂപ കളന്തരാനുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു പൈസ അദ്ദേഹം പലിശ വാങ്ങുന്ന ആളാണ്, നമുക്കറിയില്ല. അപ്പൊ അയാൾ പറയുന്നത് എന്തായിരിക്കും? എന്റെ ഇല്ല കേട്ടോ, നമ്മള് കുടുംബക്കാരും കൂട്ടുകാരുമാണല്ലോ, ഉടനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഒരു ലാഭവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ഇല്ല കേട്ടോ, എന്റെ ഒരു കൂട്ടുകാരന്റെ ഉണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്നാണ് ചോദിച്ചു, നമ്മൾ ആവശ്യക്കാരാണല്ലോ. ഒന്നും കൂടി തിരിച്ചു വിളിക്കും, ഞാൻ എന്റെ കൂട്ടുകാരന്റെ ചോദിച്ചപ്പോൾ പറഞ്ഞു 10,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ, ഞാനിപ്പോ വാങ്ങിത്തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഒരു 10,100 രൂപ അവന് കൊടുക്കണം, അല്ലെങ്കിൽ 11,000 രൂപ അവന് കൊടുക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അതായത് ഞാൻ പലിശ വാങ്ങുന്നില്ല, ഞാൻ ഇയാളെ സഹായിച്ചതാണ്, നിങ്ങളെ സഹായിയാണ്, ഞാനത് വരുത്തി തീർക്കുകയും വേണം, അയാൾക്ക് ലാഭം പലിശ കിട്ടുകയും വേണം. ഇങ്ങനെ ചില ആളുകളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോട് പറയുന്നു, മോനെ, നിന്റെ വാപ്പ ജീവിച്ചിരുന്ന സമയത്ത് പലിശ വാങ്ങിയ ആളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മൾ പലിശയുമായി കൊടുക്കലോ വാങ്ങലോ സാക്ഷി നിൽക്കലോ അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെടുന്നവരോ ആരെല്ലാം ഉണ്ടോ, എല്ലാവരും തെറ്റുകാർ തന്നെയാണ്. സൂക്ഷിക്കണം. കണ്ടോ, മരണസമയത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ മുഖം വികൃതമാകാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ ആ പലിശ എന്ന് പറയുന്ന പാതകം എത്രത്തോളം വലുതാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോട് പറയുന്നു, മോനെ, നിന്റെ വാപ്പ പലിശ വാങ്ങുന്നവനായിരുന്നു, അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ മുഖം എങ്ങനെ വികൃതമാകാൻ കാരണം. അപ്പോൾ ആ മകൻ തിരിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ പാതകം ചെയ്ത് ജീവിച്ച എന്റെ വാപ്പാന്റെ ഈ മയ്യത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കാൻ എങ്ങനെയാണ് നബിയെ അങ്ങ് കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോ, അങ്ങനെ പാപം ചെയ്യുന്നവനാണ് നിങ്ങളുടെ വാപ്പയെങ്കിലോ, അങ്ങനെ പാപത്തിൽ കണ്ടുപോയവനാണ് തങ്ങളുടെ വാപ്പയെങ്കിലോ, ആ മനുഷ്യനൊരു നീയത്തുണ്ടായിരുന്നു, സ്വന്തം ജീവിതത്തിന്റെ തിരക്കുകൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും ഇടയിൽ ഒന്ന് ക്ഷീണമകറ്റാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ കിടക്കയിലേക്ക് ചെന്ന് കിടന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് എത്ര ക്ഷീണമുണ്ടെങ്കിലും 1000 സ്വലാത്ത് എന്റെ മേലിൽ ചൊല്ലാതെ ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല മോനെ.
മകൻ പാഞ്ഞു നോക്കി ആരെയും കാണാനില്ല. ഇത് സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. ഉടനെ തന്നെ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പ്രകാശിതമായ മുഖവുമായി കിടക്കുന്ന സന്തോഷമായി ആ മകൻ പുറത്തേക്ക് പോയി യാത്രക്കാരെ എല്ലാം വിളിച്ചു വന്നു. ആ വാപ്പയുടെ സംസ്കരണം നടത്തി.